ഇനി ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് 3/4 ഇഞ്ച് റൗണ്ട് 18 kg ഹെവി പൈപ്പ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. നമുക്ക് ആവശ്യമുള്ള അളവിന് ഇത് കട്ട് ചെയ്തെടുത്തില്ലേ, ഇനി അടുത്ത ബെൻഡിങ് പ്രോസസ് നമുക്ക് ബെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബെൻഡിങ് പ്രോസസ് കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഷാർപ്പായ എൻഡൊക്കെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കും വേണം. അതുപോലെ ഹോൾ അടിച്ച് കാണിച്ചു തരാം. നമ്മുടെ ഹോളിങ്ങും ഗ്രൈൻഡിങ് പ്രോസസ്സും കഴിഞ്ഞു. നെക്സ്റ്റ് മെയിൻ പ്രോസസ് ആയ ഇതിന് ജോയിൻസ് എല്ലാം വെൽഡ് ചെയ്തെടുക്കാം. നമുക്ക് വെൽഡിങ് കാര്യം കഴിഞ്ഞ് നമ്മുടെ ഫ്രെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഷാർപ്പായിട്ട് അഡ്ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. വെൽഡിങ്ങിന് ശേഷം വരുന്ന അണിവനായ പാർട്സും ഷാർപ്സും നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ക്ലിയർ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ലെവൽ ചെക്കിലേക്ക് കിടക്കാം. ഇനി ഇതിന് മുകളിലുള്ള ഓയിലും ഡസ്റ്റിലും കെമിക്കൽ വാഷ് ചെയ്ത് കളഞ്ഞ് നമുക്ക് പൗഡർ കോട്ട് ചെയ്തെടുക്കാം. പൗഡർ കോട്ടിങ് പ്രോസസ്സാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൗഡർ സ്പ്രേ ചെയ്ത് ഫ്രെയിം നമ്മൾ ഹീറ്റാക്കി എടുക്കാൻ പോവാണ്. നമ്മുടെ ഫ്രെയിമിന്റെ പൗഡർ കോട്ടിങ് കാര്യങ്ങൾ കഴിഞ്ഞു. നമുക്കിത് പ്ലൈവുഡ് കട്ട് ചെയ്യും. 10 പ്ലൈവുഡാണ് നമ്മൾ ഈ കുഷ്യൻ വർക്കിന് യൂസ് ചെയ്യുന്നത്. നമ്മുടെ പ്ലൈവുഡ് കട്ടിങ്ങും ഷേപ്പും കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് കുഷ്യൻ വർക്കാണ്, സ്റ്റിച്ചിങ്ങും റാപ്പിങ്ങും. ഹൈ ഡെൻസിറ്റി പി ഫോമിൽ ബ്രോൺ വുഡ് ടെക്സ്റ്റൈൽ പ്രീമിയം ലെതർ ക്ലോത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പ്ലൈവുഡിൽ കുഷ്യൻ വർക്കും സ്റ്റിച്ചിങ് വർക്കും കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ ടൈൽസും കാര്യങ്ങളും സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് 4 കാലിനും ഓരോ ബുഷ് കൊടുക്കാം. ഇതാണ് നമ്മുടെ ചെയറിന്റെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇപ്പൊ എത്രയധികം പ്രൊസീജിയർ കടന്നുപോയി നിങ്ങൾ കണ്ടതല്ലേ. ഇത്രയധികം ഡീറ്റെയിൽ ഓറിയന്റഡും ക്വാളിറ്റിക്ക് കഴിഞ്ഞ് വരുന്ന കാരണം 3 വർഷം നിങ്ങൾക്ക് ധൈര്യത്തിൽ ഞാൻ വാറണ്ടി തരുന്നു.